ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്റ്റീംഡ് ചിക്കൻ സാൻഡ്വിച്ചിന്റെ റെസിപ്പി നോക്കിയാലോ. ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലിയും പിന്നെ ഇവിള്ള വറ്റൽ മുളകുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 വീതം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വെച്ച് കൊടുക്കാം. പിന്നെ 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചുംപാടെ കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റ് ശേഷം ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ടോ നോക്കാം. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി മിക്സിന്റെ വേവിച്ച മുട്ട ചേർത്തി കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ചെടുത്ത വറ്റൽമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ടിയുള്ള തൈര് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിമാടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി തൈരിന് പകരം പാല് വേണമെങ്കിൽ ചേർത്താം, ചീസ് വേണമെങ്കിൽ ഇട്ടിട്ട് അതും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ അടിച്ചെടുത്താൽ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമ്മൾ വേവിച്ച ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിലുള്ള വെജിറ്റബിൾസ് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്തി കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മയോണൈസ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും പാട് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തത് നമുക്ക് ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് എല്ലാ വശത്തേക്കും ആക്കി കൊടുക്കാം. എന്നിട്ട് മുകളിൽ വേറൊരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നെയ്യോ ബട്ടറോ ചേർത്തിട്ട് ഇത് ഒരു വശമാവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 വശവും ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് നമുക്ക് ചപ്പാത്തിയിലോ കുബൂസിലൊക്കെ വെച്ചിട്ട് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.